പഠനങ്ങൾ കാണിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ അനാവശ്യമായിട്ട് ഹാർട്ടിന്റെ ടെസ്റ്റുകൾക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട്. ടെസ്റ്റുകൾ വെറുതെ ചെയ്താലുണ്ടാവുന്ന 4 പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, പല ടെസ്റ്റുകളും ഫാൾസ് പോസിറ്റീവ് ആയിരിക്കും. ഹാർട്ടിനകത്ത് ഒരു കുഴപ്പമില്ലെങ്കിൽ പോലും ടെസ്റ്റ് റിസൾട്ടുകളിൽ പോസിറ്റീവ് കാണിക്കും, കേട് കാണിക്കും. ഇത് വളരെ സാധാരണയായിട്ട് നമ്മൾ കാണാറുണ്ട്. രണ്ടാമത്തെ പ്രശ്നം റേഡിയേഷൻ കൊള്ളുക എന്നുള്ളതാണ്. ഹാർട്ടിന്റെ ചില ടെസ്റ്റുകൾ, അതായത് ആൻജിയോഗ്രാം, CT സ്കാൻ, ഇതിലെല്ലാം റേഡിയേഷന് വിധേയമാക്കപ്പെടുന്നുണ്ട്. ഇത് ഈ ടെസ്റ്റുകളുടെ ഒരു പ്രശ്നമാണ്. മൂന്നാമത്തത് ഓവർ ഡയഗ്നോസിസ് ആണ്. എന്ന് വെച്ചാൽ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെ പലപ്പോഴും അനാവശ്യമായിട്ട് ഓരോ അസുഖങ്ങൾ ടെസ്റ്റിൽ കാണും. ഇത് കാരണം ഓവർ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ സംഭവിക്കാം. നാലാമത്തത് സ്വാഭാവികമായിട്ടും സാമ്പത്തിക ബാധ്യതയാണ്. ടെസ്റ്റുകളുടെ സാമ്പത്തിക ബാധ്യത, അതിലെന്തെങ്കിലും സംശയം കണ്ടെത്തിയാൽ ട്രീറ്റ്മെന്റിന്റെ സാമ്പത്തിക ബാധ്യത, ഇതെല്ലാം പ്രശ്നം തന്നെയാണ്. ഇനി ഞാൻ 5 ടെസ്റ്റുകൾ പറയാണ്. അതിൽ ഒന്നാമത്തേത് ECG വെറുതെ എടുക്കുന്ന ഒരു സ്വഭാവമാണ്. അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? ECGയിൽ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ ഉണ്ടാവും. അതിനർത്ഥം ഹാർട്ടിൽ കുഴപ്പമുണ്ടെന്നല്ല. ഇങ്ങനെ കണ്ടെത്തിയാൽ പിന്നെ ടെൻഷനായി, പിന്നെ അടുത്ത ടെസ്റ്റിലേക്ക് പോവായി, അതിന് പിന്നെ അടുത്ത ചികിത്സയിലേക്ക് പോവായി. പലപ്പോഴും ഇത് വലിയ പ്രശ്നമാണ്. രണ്ടാമത്തേത്, പല ആളുകളും എക്കോ ടെസ്റ്റ് എടുത്ത് നോർമൽ ആണെങ്കിൽ എല്ലാം നോർമലാന്ന് വിചാരിക്കും. അതുകൊണ്ട് എക്കോ ടെസ്റ്റുകൾ വർഷാവർഷം ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരിക്കലൊരു എക്കോ ടെസ്റ്റ് എടുത്ത് നോർമൽ ആണെങ്കിൽ പിന്നീട് കാര്യമായിട്ടുള്ള ഒരു ഹാർട്ടിന്റെ അസുഖം വരുന്നില്ലെങ്കിൽ വെറുതെ എക്കോ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല. മൂന്നാമത്തത് ത്രെഡ്മിൽ ടെസ്റ്റ് ആണ്. വളരെ ചെറിയ പ്രായമുള്ള ഒരു വ്യക്തി, കാര്യപ്പെട്ട അസുഖങ്ങളില്ല, ലക്ഷണങ്ങളില്ല, അങ്ങനെയാണെങ്കിൽ അവരൊന്നും ത്രെഡ്മിൽ ടെസ്റ്റ് എടുക്കാൻ പാടില്ല. അത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ചിലപ്പോൾ ഫാൾസ് പോസിറ്റീവ് ആയിട്ട് കാണും. അനാവശ്യമായിട്ട് ആൻജിയോഗ്രാം ചെയ്യേണ്ട അവസ്ഥ വരും. നാലാമത്തത് ട്രോപ്പോണിൻ ടെസ്റ്റ് ആണ്. ഇതൊരു ബ്ലഡ് ടെസ്റ്റ് ആണ്. നെഞ്ചുവേദന ഉള്ള സമയത്ത് മാത്രം ചെയ്യേണ്ട ടെസ്റ്റ് ആണ്. പല ആളുകളും അങ്ങനെയല്ല. ലാബിൽ പോയിട്ട് ട്രോപ്പോണിൻ ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഹാർട്ടിൽ ബ്ലോക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു കാലാണ് ഇപ്പോൾ. ഈ ടെസ്റ്റ് ഡോക്ടർ പറയുകയാണെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു ടെസ്റ്റ് ആണ്. അഞ്ചാമത്തത് ആൻജിയോഗ്രാം ടെസ്റ്റ് ആണ്. പല ആളുകളും അമിതമായ ടെൻഷൻ കാരണം നേരിട്ട് പോയിട്ട് ബ്ലോക്ക് നോക്കുന്ന ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യുന്ന കാണാറുണ്ട്. ആൻജിയോഗ്രാം ടെസ്റ്റ് ആവശ്യമില്ലാതെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഇതിനകത്ത് റേഡിയേഷൻ കൊള്ളാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഒരു മരുന്ന് കുത്തിവെക്കപ്പെടുന്നുണ്ട്. കാർഡിയോളജിസ്റ്റ് നിങ്ങളോട് പറയാതെ നിങ്ങൾ പോയിട്ട് ഒരിക്കലും ആൻജിയോഗ്രാം നേരിട്ട് ചെയ്യാൻ പാടില്ല. ആരൊക്കെയാണ് ഹാർട്ടിന്റെ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് എന്നുള്ളതും ചെയ്താൽ ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതും ഞാൻ പറയാം. ഒന്നാമത്തെ കൂട്ടര് ലക്ഷണമുള്ളവർ, എന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ള നെഞ്ചുവേദന ഉള്ളവര്, അതല്ലെങ്കിൽ കിതപ്പുള്ളവര്. രണ്ടാമത്തേത് മുൻപേ ഹാർട്ടിന്റെ അസുഖം ഉള്ളവര്. മൂന്നാമത്തേത് ഹാർട്ടിന്റെ അസുഖം വരാൻ സാധ്യതയുള്ളവര്, എന്ന് വെച്ചാൽ പ്രമേഹ രോഗികള്, പ്രഷർ ഉള്ളവര്, കൊളസ്ട്രോൾ ഉള്ളവര്, പാരമ്പര്യമായിട്ട് ഹാർട്ടിന്റെ അസുഖം ഉള്ളവര്, പുകവലിയുള്ളവര്. ഇവർക്കൊക്കെ ചിലപ്പോൾ ഹാർട്ടിന്റെ ടെസ്റ്റ് വേണ്ടി വന്നേക്കാം. ഇനി ഡോക്ടർ നിങ്ങളോടൊരു ഹാർട്ടിന്റെ ടെസ്റ്റ് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഡോക്ടറോട് ചോദിക്കുക, എന്താണ് ഈ ടെസ്റ്റിന്റെ ഉദ്ദേശം? ഈ ടെസ്റ്റ് ചെയ്തത് കൊണ്ട് എന്റെ ചികിത്സയിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റം വരും. ഈ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ ചോദിച്ചിരിക്കണം. വലിയ ടെസ്റ്റ് ആണെങ്കിൽ ആ ടെസ്റ്റുകളുടെ സൈഡ് എഫക്റ്റും ടെസ്റ്റുകളുടെ കോംപ്ലിക്കേഷനും ചോദിച്ച് മനസ്സിലാക്കുന്നതും നന്നായിരിക്കും.